ഇക്കൊല്ലത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഇന്ന് തുടക്കമാവും. 21-നാണ് കരിപ്പൂരിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. ഹാജിമാരെ വരവേൽക്കാൻ ഹജ്ജ് ഹൌസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലെത്തേണ്ടത്. സഹായത്തിനായി കൂടുതൽ കൗണ്ടറുകളും സജ്ജമാണ്. ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരെല്ലാവരും 3 എംബാർക്കേഷൻ പോയിന്റുകളിലും സജീവമായി അവരെ പ്രത്യേക ഡ്യൂട്ടികൾ ഗവൺമെൻറ് ഏൽപ്പിച്ചത് പ്രകാരം എല്ലാവരും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. പന്തൽ, ഫുഡ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം ടെൻഡർ വിളിക്കുകയും അത് ഏറ്റെടുത്ത കക്ഷികൾ ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയുമാണ്. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. കരിപ്പൂരിൽ നിന്ന് 10,430, കൊച്ചിയിൽ നിന്ന് 4,273, കണ്ണൂരിൽ നിന്ന് 3,135 തീർത്ഥാടകർ യാത്ര തിരിക്കും. ബംഗളൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം.